ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈൻ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സീക്വൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വൈറ്റ് കളറിലെ സിൽക്ക് ത്രെഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വീനൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ആ ഒരു 14 ലെങ്തിനകത്ത് വരത്തക്ക വിധത്തിൽ നിങ്ങൾ ഈ ഒരു ബി ഷേപ്പിൽ തന്നെ ജസ്റ്റ് ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് പെറ്റൽസൊക്കെ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുകളിലേക്കും താഴേക്കുമായിട്ടാണ് ഈ ഒരു പെറ്റൽസൊക്കെ വന്നിട്ടേക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഞാൻ കാണിച്ചിട്ടുള്ള ത്രെഡ്സും സീക്വൻസും മാത്രം മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണേ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ മെറ്റീരിയലിലേക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഓരോ ലൈൻസായിട്ട്. അപ്പോൾ നിങ്ങൾ മെറ്റീരിയലിൽ മാർക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1.5 ഇഞ്ചെങ്കിലും വിട്ട് കൊടുത്തിട്ട് വേണം. അതായത് ലൈൻസ് വരയ്ക്കുമ്പോൾ 1.5 ഇഞ്ച് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ഓരോ ലൈൻസും വരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് അടുപ്പിച്ച് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു എന്താ പറയുക 3/4 ഇഞ്ചോളം ആ വീതിയിലാണ് ഞാൻ ലൈൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ലൈൻസിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അപ്പം അകലത്തിൽ വേണമെങ്കിലും ചെയ്യാം, ലൈൻസ് വരച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സിൽക്ക് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിൽക്ക് ത്രെഡിൻ്റെ സ്ട്രാൻഡ്സ് എന്ന് പറയുന്നത് 8 സ്ട്രാൻഡ്സിലാണ് സിൽക്ക് ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഓരോ സ്റ്റിച്ചസായിട്ട്, അതായത് ബാക്ക് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ പെട്ടെന്ന്, ഇത് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസാണ് ഇതൊക്കെ. ഇത് ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറിയിൽ നമ്മൾ പഠിക്കുന്നതായിട്ടുള്ള സ്റ്റിച്ചുകളാണ് ഇതെല്ലാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഈ ഒരു സ്റ്റിച്ച് നമ്മുടെ ആ ലൈൻസിലെല്ലാം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒന്നും പഠിക്കേണ്ടതായിട്ടുള്ള പ്രത്യേകിച്ചില്ല. കാരണം ജസ്റ്റ് ഒരു ലൈൻ പോലെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ അതെല്ലാ ലൈൻസിലും ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ച് വലുപ്പത്തിൽ, അതായത് 1.5 ഇഞ്ച് ഗ്യാപ്പെങ്കിലും കൊടുത്തിട്ട് ഓരോ ലൈൻസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ ലൈൻസിലെല്ലാം ഞാനിപ്പോൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കണ്ടോ ലൈൻസിൽ ഞാൻ ഇതേപോലെ കുറച്ച് ലൈൻസ് കുറച്ചുകൂടെ വരച്ചു കൊടുക്കുകയാണ്, മുകളിലേക്കുള്ള പെറ്റൽസ്. ഇനിയിപ്പോൾ അടുത്തത് വരയ്ക്കുമ്പോൾ താഴേക്കാണ് വരച്ചു കൊടുക്കണേ കണ്ടോ. അപ്പോൾ ഒരു ഭാഗം വരുമ്പോൾ മുകളിലേക്കും, അടുത്ത ലൈൻസ് വരുമ്പോൾ താഴേക്കും, അങ്ങനെയാണ് വരുന്നത്. പിന്നെ അടുത്തത് വരയ്ക്കുമ്പോൾ താഴേക്ക് തന്നെ ചേർത്തൊക്കെ വരത്തില്ല, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ അവിടെ ലോങ് ഫ്രഞ്ചിലോട്ട് സ്റ്റിച്ചാട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സീക്വൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സീക്വൻസ് എന്ന് പറയുന്നത് ഭയങ്കര കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കൊടുക്കണ ഒരു ടൈപ്പ് സീക്വൻസ് ആട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ തന്നെ പറ്റി പിടിച്ച് ഇരിക്കും. അപ്പോൾ അതങ്ങോട്ട് വിട്ടു പോകാനായിട്ട് ഭയങ്കര ഒരു പാടാട്ടോ. ഞാൻ കുറച്ച് നേരം കൊണ്ടുള്ള പണിയിലാണ് ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ. കാരണം ഇത് അങ്ങോട്ട് എനിക്ക് കിട്ടണില്ല ഇത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുമ്പോഴെന്താ ചെയ്യേണ്ടത് അറിയാമോ? ഇതുപോലെ നമ്മളുടെ ഒരു ത്രെഡ് എടുത്തിട്ട് 2 ടൈംസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് സീക്വൻസിൻ്റെ അകത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത് കണ്ടോ. ഇതേപോലെ സീക്വൻസ് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ ആ ഒരു ലൈൻസിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക. ഈ ഒരു സീക്വൻസ് അതേ പറ്റുന്നുള്ളൂ. കാരണം ബാക്കിയുള്ള സീക്വൻസൊക്കെ ആണെങ്കിൽ ശരി, നമുക്ക് സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് എടുക്കാൻ പറ്റും. ഇതങ്ങോട്ട് വരണില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ 2 സൈഡിലേക്കും നമ്മൾ ലോങ് ഫ്രണ്ടിനോട്ട് സ്റ്റിച്ച് നീഡിലെല്ലാം ഒന്ന് ത്രെഡ് ചുറ്റിയതിന് ശേഷം ഓരോ സീക്വൻസിൻ്റെ അകത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 ടൈംസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്തു, എന്നിട്ട് ആ ഒരു സീക്വൻസിൻ്റെ അകത്തേക്ക് താഴേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. ഇതിപ്പോൾ നമ്മൾ മുകളിലേക്കാണ് ഈ ഒരു ലൈൻസുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത താഴത്തെ അടുത്ത ലൈൻസുകൾ ചെയ്യുമ്പോൾ താഴേക്ക് വേണം, മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ മാറി ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഈസി ഡിസൈൻ ആട്ടോ ഇത്. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഏത് കളറിലെ മെറ്റീരിയലിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് വൈറ്റ് കളറിലെ ത്രെഡ് ആയതുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട്. അപ്പം നിങ്ങൾ താഴത്തെ ഭാഗവും ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ലൈൻസ് ഒരു 1 ഇഞ്ച് വിട്ടിൽ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 ഇഞ്ച് വിട്ട് മതി കേട്ടോ. 1.5 എണ്ണം വേണമെന്നൊന്നുമില്ല. ഒരു 1 ഇഞ്ച് അളവിൽ നിങ്ങൾ ഇത്രയും ഗ്യാപ്പ് കൊടുത്ത് ചെയ്യാം. ഇതുപോലെ അടുപ്പിച്ചും ലൈൻസ് വരച്ചിട്ട് ചെയ്യാം.
അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്, ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നമ്മൾ കുറച്ച് ഗ്യാപ്പ് കൊടുത്ത് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ വരും, അടുപ്പിച്ച് ചെയ്യുമ്പോൾ ഞാൻ ആ ചെയ്ത മോഡലിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്